ലീവ് അപേക്ഷ മെയിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ മോഹിത് കൈപ്പടങ്ങൾ കണ്ണിന് മുകളിൽ അല്പനേരം അമർത്തിവെച്ചു. പുഷ് ബാക്ക് സീറ്റ് പരമാവധി പുറകിലേക്ക് ചായ്ച്ച് അയാൾ ചെറുതായി മയങ്ങി. കണ്ണു തുറന്നപ്പോൾ സന്ധ്യ നോക്കി നിൽക്കുകയായിരുന്നു. കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പായപ്പോൾ അവൾ ഇത്തിരി വെയിലും അണച്ച് തിരിച്ചു നടന്നു. ഉറങ്ങിക്കോളൂ. രാത്രി ഇരുൾ പുതച്ചു കൊടുത്തു. രാവിലെ ഉണർന്നയുടൻ മോഹിത് ഫോണെടുത്ത് അധീനയെ വിളിച്ചു. വിഷാദ സുന്ദര മോഹന കാവ്യമേ. അപ്പുറത്ത് അധീന ഉച്ചത്തിൽ വിളി കേട്ടു. അവളുടെ ശബ്ദോർജ പ്രവാഹത്തിന്റെ പ്രതിപ്രവർത്തനമെന്നോണം മോഹിത്തിന് ഉണർവുണ്ടായി. അധി, ഞാൻ വരുന്നു. ഒരാഴ്ചത്തെ ലീവ്. 2 ദിവസം മുഴുവൻ ഇൻ ദ സെൻസ് മുഴുവൻ എന്റെ കൂടെയുണ്ടാകണം. ശരി, അപ്പോ ദീപ? കോൺഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കൂടുതലൊന്നും പറഞ്ഞില്ല, ചോദിച്ചതുമില്ല. മജിസ്ട്രേറ്റ് എക്സാം എന്നൊക്കെ പറഞ്ഞ് അവള് തിരക്കിലാണ്. ഓക്കെ വാ. അധീന കോൾ കട്ട് ചെയ്തു. വൃത്തിരോഗം ബാധിച്ച ഒരാൾ കെട്ടിയുണ്ടാക്കിയ വേലിയാണ് അതെന്ന് കാണുമ്പോഴൊക്കെ മോഹിത്തിന് തോന്നുമായിരുന്നു. വേലിക്കല്ലുകൾ കൃത്യമായ അകലത്തിൽ നാട്ടി ഇടയിൽ വലിയ കണ്ണികളുള്ള കമ്പിവേലി കെട്ടിയ വേലി. എല്ലാ വശത്തും അതിന്റെ ആകൃതി കൊതിപ്പിക്കുന്ന ഒരു പൂർണ്ണത പ്രദർശിപ്പിച്ചു. 2 വേലിക്കല്ലുകൾക്കിടയിൽ മനുഷ്യനെ പോലെയുള്ള ചെറിയ ജീവികൾക്ക് മാത്രം പ്രവേശിക്കാൻ പാകത്തിലുള്ള വിടവിലൂടെ മോഹിത് നടപ്പാതയിലേക്ക് കയറി. പാതയുടെ അറ്റത്ത് എന്തേ വൈകി എന്ന ചോദ്യം പോലെ ആ വീട് കാത്തു നിൽക്കുന്നു. പുഴങ്കല്ലുകൾ നിരത്തിയ ചവിട്ടുപാതയിലൂടെ നടക്കുമ്പോൾ മോഹിത് ഷൂ സൂരി കയ്യിൽ പിടിച്ചു. ജലപ്രവാഹം മിനുസപ്പെടുത്തിയ ഉരുളൻ കല്ലുകളിൽ ചവിട്ടിയപ്പോൾ അവന് ഓർമ്മകളുടെ ഒഴുക്കിൽ അടുത്തെത്തി. കറുത്ത ജരികയുള്ള ചുവന്ന മൈസൂർ പട്ട് പോലെ ഉമ്മറത്തെ നീലം. തണുത്ത നിലത്ത് മലർന്നു കിടന്നു മുഖം മറയുന്ന വിധത്തിൽ സമാന്തരമായ പുസ്തകം പിടിച്ച് വായിച്ചു കൊണ്ടിരുന്ന നരച്ച ഒരാൾ തലചരിച്ചു. അവള് വരാൻ വൈകൂന്ന് പറഞ്ഞു. മുറിയിലേക്ക് പോയിക്കോളൂ. അയാളുടെ ശബ്ദത്തില് അതിപരിചയത്തിന്റെ നിസ്സംഗത ചുവച്ചു. മുറിയുടെ വാതിൽപ്പടി കവയ്ക്കുമ്പോൾ തലയിൽ എന്തോ തട്ടി. ആരോ ചിരിക്കുന്നത് പോലെ തോന്നി. മോഹിത് കണ്ണും കൈയും ഉയർത്തി. പുതിയ ഭ്രമം കാറ്റുകിലുക്കികളാണ് എന്ന് അധീന പറഞ്ഞത് അവൻ ഓർത്തു. വിൻഡ് ചൈമിന് അവളിട്ട പേരാണ് കാറ്റുകിലുക്കി. വാതിൽക്കൽ നീല നിറത്തിലുള്ള ഈവിൾ ഐ കോർത്ത ഒരെണ്ണം. കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന വിധത്തിൽ സീലിംഗിൽ കൊളുത്തിയ മറ്റൊന്ന്. അതിൽ നിറയെ പലവർണ്ണ ചില്ലുകൾ. ഏത് പിശാചിനെ പേടിച്ചാണ് എന്ന് ക്യാപ്ഷൻ കൊടുത്ത് അവൻ വാതിൽപ്പടിയിലെ കിലുക്കിയുടെ ഫോട്ടോ അധീനയ്ക്ക് അയച്ചു. വലങ്കാൽ വെച്ചപ്പോൾ തലയിൽ തട്ടിയല്ലേ? അപ്പൊ പിശാജ് ഉണ്ട് ബേബിച്ചേട്ടാ എന്നവൾ കണ്ണിറുക്കി ഇമോജി വാലിൽ കെട്ടി മറുപടി അയച്ചു. മോഹിത് മെത്തയിലേക്ക് കമഴ്ന്നു. നായികയുടെ വരവിന് കിലുക്കികളുടെ പശ്ചാത്തല സംഗീതം കേട്ട് കണ്ണു തുറക്കുമ്പോൾ കാൽക്കലേക്ക് ഇരുന്ന് അധീന ചിരിച്ചു. നീ എന്താ വൈകിയത്? മോഹിത് എണീറ്റിരുന്നു. 2 ദിവസത്തേക്ക് പെറ്റ് ഷോപ്പിലേക്ക് വേണ്ട തീറ്റ സ്റ്റോക്ക് ചെയ്തു. അവൾ വലം കൈ ചൂണ്ടുവിരൽ കൊണ്ട് ഇടതുകൈയിലെ വിരലുകൾ ഒന്നൊന്നായി മടക്കി. ഫ്രിഡ്ജിൽ പീനേക്ക പാനീയം നിറച്ചു. തൊടിയിൽ 2 ദിവസത്തേക്ക് ഒച്ചയും അനക്കവും വേണ്ട എന്ന് സുധാകരനെ കെട്ടനെ കണ്ടു പറഞ്ഞു. പുസ്തക പട്ടുനൂൽ പുഴുവിന് തിന്നാൻ മൾബറി ഇലകൾ പറിച്ചു. മുറിക്ക് പുറത്ത് സണ്ണിക്കുട്ടൻ ഇൻ എന്ന ബോർഡും തൂക്കി. 5 വിരലുകളും മടക്കിയ കൈകൊണ്ട് അവൾ മോഹിത്തിന്റെ കവിളിൽ പിടിച്ചു. പറയ്, എന്താണ് കുറുന്തോട്ടി, വാദം വന്നോ? ഇങ്ങോട്ട് നീങ്ങിയിരിക്കെ, എന്നിട്ട് എന്നെ ഇത്തിരി നേരം കേൾക്ക്. അധീന മോഹിത്തിന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. മുഖം കണ്ടപ്പോൾ അവന് പനിക്കുന്നുണ്ട് എന്നവൾക്ക് തോന്നി. പുറം കൈ കഴുത്തിൽ വെച്ച് നോക്കിയപ്പോൾ അവൻ കൈ പിടിച്ചു മാറ്റി. പറയട്ടെ എന്ന ചോദ്യം പോലെ നോക്കി. പറയൂ എന്ന ഉത്തരം പോലെ അവളുടെ മറുനോട്ടം തട്ടി. കൺസൾട്ടേഷന് വരുന്നവരിൽ ചിലരെ കുറിച്ചൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. മുറിഞ്ഞവരെ, മുറിപ്പെടുത്തിയവരെ, മുറിയൊന്നും ഏൽക്കാതെ ജീവിച്ചവരെ ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എപ്പോഴോ ഒരിക്കൽ ഞാനൊരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞില്ലേ? ഒറ്റയ്ക്ക് OP മുറിയിലേക്ക് വരുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞെന്നാണ് ഓർമ്മ. ഒന്നും പറയാനില്ല, കൗൺസിലിംഗും വേണ്ട എന്ന് പറഞ്ഞ് നേരെ സൈക്യാട്രി ഒപ്പയിലേക്ക് വന്ന അവരാണോ? അവർ തന്നെ, സുധീര. ഉറങ്ങാൻ പറ്റുന്നില്ല. അതിചിന്തകളും ഉത്കണ്ഠകളും ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. മുൻപും ഇങ്ങനെ വന്നിട്ടുണ്ട്. അന്ന് കഴിച്ചത് ഈ മരുന്നുകളാണ് എന്ന് പറഞ്ഞ് അവൾ പഴയ പ്രിസ്ക്രിപ്ഷൻ നീട്ടി. കൂടെ ആരും വന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ ചിരിച്ചു. എന്തിനാ വെറുതെ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നത്? കയ്യോ കാലോ ചെറുതായി മുറിഞ്ഞാൽ തനിയെ പോയി ഡ്രസ് ചെയ്യാവുന്നതല്ലേയുള്ളൂ. വലിയ മുറിവാണെങ്കിൽ ചോര നിൽക്കുന്നില്ലെങ്കിൽ ആരെയെങ്കിലും കൊണ്ടുപോവേണ്ടി വരും. ഇത് ചെറിയ മുറിവാണ് എന്ന് തോന്നുന്നു. അതോ മുറിവിന്റെ ഓർമ്മയോ? ഏതായാലും മനസ്സിനാണ്, ശരീരത്തിനല്ല. ഒറ്റയ്ക്ക് മതിയെന്ന് തോന്നി. ഉറക്കമില്ലാത്തതിന്റെ മാലിന്യങ്ങൾ അവരുടെ കൺതടങ്ങളിൽ കെട്ടിക്കിടക്കുന്നു. പക്ഷേ തോൽക്കില്ല എന്നൊരു ധൈര്യം അവരുടെ മുഖത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരെ മറക്കാതിരുന്നത്. പിന്നെയും ഇടയ്ക്കൊക്കെ അവർ വന്നു. എപ്പോഴും ഒറ്റയ്ക്ക്. ഒരിക്കലും അവർ മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നുണ്ടായിരുന്നില്ല. കോഴ്സ് മുഴുവനാക്കിയില്ലെങ്കിൽ ഇനിയും വരേണ്ടി വരുമെന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിച്ചു. ശരി, ഇത്തവണ ഉറപ്പായും സ്ഥിരമായി വരാം എന്നവർ ഓരോ തവണയും പറഞ്ഞു. പിന്നെ കുറെ കാലം അവരെ കണ്ടതേയില്ല. കഴിഞ്ഞ ദിവസം പേഷ്യൻസ് കുറച്ചധികം ഉണ്ടായിരുന്നു.
വന്നവരിൽ അധികം പേരും മുന്നിലിരുന്ന് നിർത്താതെ കരയുകയും ഉള്ളിനീര് പോലെ അതിന്റെ കണ്ണിനെയും നീറ്റുന്നുണ്ടായിരുന്നു. ബ്രേക്ക് എടുക്കാൻ സമയമായി എന്നെനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഒരാൾ കൂടിയെന്ന് നേഴ്സ് അയാളെ അകത്തേക്ക് കയറ്റിവിട്ടത്. ചീകിയൊതുക്കാത്ത ചുരുണ്ട മുടിയും പേടിയോ പകപ്പോ എന്ന് തിരിച്ചറിയാനാവാത്ത മുഖവുമായി ഒരാൾ. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അയാൾ OPTക്ക് നീട്ടി. സഞ്ജന, വയസ്സ് 32. ഞാൻ ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. സഞ്ജന എന്റെ ഭാര്യയാണ്. അവൾ പുറത്തിരിക്കുന്നുണ്ട്. സാധാരണ അവൾ ഒറ്റയ്ക്കാണ് ഡോക്ടറെ കാണാൻ വരാറ്. എനിക്ക് പെട്ടെന്ന് അവരുടെ മുഖം ഓർമ്മ വന്നു. ജീവിച്ചിരിക്കുക, സമാധാനമായിരിക്കുക, അത്രയേ വേണ്ടൂ എന്ന് പറഞ്ഞ് കയറി വരുന്ന സുധീരയെ. എന്തുപറ്റി ഞാൻ ചോദിച്ചു. സച്ചു ഇടയ്ക്ക് എന്നോട് പറയും, എന്റെ ഉറക്കം പ്രശ്നമാണ്, ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന്. കൂടെ വരണോ എന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയും. അവള് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് തന്നെയാണ് അർത്ഥം. സച്ചുവിന്റെ അച്ഛൻ തീരെ വയ്യാതെ ആശുപത്രിയിൽ കിടക്കുന്ന കാലത്ത് അവള് പോകാനിറങ്ങുമ്പോൾ ഞാൻ ചോദിക്കും, വരണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നല്ലേ പറയൂ. ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ എന്ന് കെട്ടുനിൽക്കുന്നവർ ചോദിക്കും. പക്ഷെ എനിക്ക് അവളെ എന്നെപ്പോലെ അറിയാം. മനു, എന്റെ കൂടെ വാ എന്ന് വിളിച്ചാൽ എനിക്കറിയാം അവൾക്ക് ഒറ്റയ്ക്ക് പറ്റാത്ത എന്തോ ഒന്നുണ്ട്, താങ്ങു വേണം. അയാൾ ഒന്ന് നിർത്തി, കണ്ണീർ തുളുമ്പി. ഞാൻ മുന്നോട്ടാഞ്ഞിരുന്നു. സഞ്ജന പുറത്തുണ്ട്. അവൾ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി ഡോക്ടർ. എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ എന്ന് അലറിക്കലഞ്ഞ് ഇന്നലെ രാത്രി അവൾ എന്നെ കെട്ടിപ്പിടിച്ചു. അച്ഛൻ മരിച്ചപ്പോഴാണ് ഇതിനു മുൻപ് അവൾ അങ്ങനെ കരഞ്ഞത്. പക്ഷെ ഇങ്ങനെ ഒരവസ്ഥ അന്നും ഉണ്ടായിട്ടില്ല. എത്ര നാളെന്ന് വെച്ച അച്ഛൻ ഇങ്ങനെ നരകിക്കുക, പോയിക്കോട്ടെ എന്ന് കരഞ്ഞു തീർത്തു. എന്താ പെട്ടെന്ന് ഇങ്ങനെ വരാൻ? സച്ചുവിന് അത്യാവശ്യം വായനയും എഴുത്തുമൊക്കെയുണ്ട്. എഴുതുന്നത് വായിച്ചു കൊടുക്കാനും വായിക്കുന്നത് എഴുതി അയക്കാനും എപ്പോഴും ആരെങ്കിലും വേണം അവൾക്ക്. ഞാൻ ഈ കാര്യത്തിൽ വളരെ പുറകിലാണ്. ഞങ്ങളുടെ കല്യാണത്തിന് അവളെ എനിക്കൊരു പുസ്തകം സമ്മാനം തന്നിരുന്നു. സ്വന്തം കല്യാണത്തിന് ഭാര്യയുടെ കയ്യിൽ നിന്ന് സമ്മാനം കിട്ടുന്ന ഏക ഭർത്താവ് ഞാനായിരിക്കും. 10 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. സമ്മാനം കിട്ടിയ പുസ്തകം ഞാൻ ഈയിടെയാണ് തുറന്നു നോക്കിയത്, വായിക്കാനല്ലാതെ. അതൊക്കെ കൊണ്ടാണ് അവൾക്കൊരു പ്രണയമുണ്ടായപ്പോൾ ഞാനത് അംഗീകരിച്ചത്. എളുപ്പമായിരുന്നില്ല. എന്നേക്കാൾ വലുതല്ല അവൾക്കാരും. ആരും ആർക്കും പകരമാവില്ല എന്നും സമാധാനിക്കും. ആരും ആരുടെയും സ്വകാര്യ സ്വത്തല്ല എന്ന് അവൾ ഇടയ്ക്കിടയ്ക്ക് പറയും. അവൾ പറയുന്നതാണ് എന്റെ വിധി. അപ്പീലിന് പോവാറില്ല. പിന്നെ കേൾക്കാൻ ആളുള്ളപ്പോൾ മനുഷ്യർ നിർത്താതെ സംസാരിക്കും. മറുപടിയായി മൂളൽ പോലും വേണമെന്നില്ല. തടസ്സമില്ലാത്ത ജലഗതി പോലെ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. 5 വർഷമായി അവരുടെ പ്രണയം. ഇടയ്ക്ക് നിറച്ചു കൊടുക്കാതെ എടുത്തുകൊണ്ടിരുന്നാൽ എന്തും തീർന്നു പോകുമല്ലോ. അതുപോലെ അവരുടെ പ്രണയവും തീരുന്നുവെന്ന് അവളെ എനിക്ക് കുറച്ച് ദിവസം മുൻപ് മെസ്സേജ് അയച്ചു. സത്യത്തിൽ ഞാൻ ആശ്വസിച്ചു. അവളെ മുഴുവനായി എനിക്ക് കിട്ടുമല്ലോ എന്നോർത്ത്. പക്ഷേ അവൾക്ക് പ്രണയത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല ഡോക്ടർ. അച്ഛൻ മരിച്ചപ്പോൾ പോലും അവൾ ഇങ്ങനെ തളർന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നെ എങ്ങനെ ബാധിച്ചാലും അവളുടെ പ്രതീക്ഷയും സന്തോഷവുമാണല്ലോ പ്രണയം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവളെ തടയാതിരുന്നത്. പക്ഷേ ഇങ്ങനെ അവളെ തകർക്കുമെന്നറിഞ്ഞിരുന്നെങ്കിൽ ആ പ്രണയം ഞാൻ എങ്ങനെയും അവസാനിപ്പിച്ചേനെ. എന്നോടുള്ള പ്രേമം തീർന്നുപോയി എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. പ്രണയത്തിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട് എന്നും ഞങ്ങളെ തമ്മിൽ ഒട്ടിച്ചു നിർത്തുന്നത് പഴയ പ്രേമത്തിന്റെ ഓർമ്മയും ഇപ്പോഴത്തെ സ്നേഹവുമാണ് എന്നൊക്കെ അവൾ പലപ്പോഴും ക്രൂരമായി സത്യസന്ധയാവും. പക്ഷേ എനിക്ക് അത് മതി. ഞങ്ങളുടെ പ്രണയത്തിന്റെ ഓർമ്മയും ഇപ്പോഴത്തെ സ്നേഹവും. മുറിപ്പെടുത്തിയ പ്രണയത്തിന്റെ ഓർമ്മ മുഴുവൻ ചോർത്തിക്കളയാൻ മരുന്നുണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കൂ ഡോക്ടർ. പറഞ്ഞു നിർത്തി മോഹിത് അധീനയെ നോക്കി. അവളുടെ കണ്ണിലേക്ക്, അവന്റെ കണ്ണുകളിലെ കണ്ണീർ പകർന്നു. മോഹിത്തിനോട് ഒന്നുകൂടി ചേർന്നിരുന്ന് അവൾ അവന്റെ കയ്യിൽ തൊട്ടു. മനുഷ്യൻ, അവൾ ചുണ്ടിളക്കി. അതെ. മോഹിത് അവളെ ചേർത്ത് പിടിച്ചു. ഇരുണ്ട ഭൂഖണ്ഡം പോലെ കിടന്ന ആ മുറിയിൽ വെളിച്ചം നിറഞ്ഞു. കാറ്റ് വീശി. കാറ്റുകൾക്കിടയിൽ പതിയെ ആടി. കിലുക്കത്തിന്റെ താളത്തിൽ അധീന വിരലുകൾ ഒന്നൊന്നായി മടക്കി. സ്നേഹം, പ്രണയം, ഓർമ്മ, മനുഷ്യൻ, മനസ്സ്.